നമ്മളിപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് നമ്മൾ ഈ പറയുന്ന പൊറോട്ടയും ബീഫ്. അതൊരു ഇമോഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് വണ്ടി എടുക്കുക, അത് മോഡിഫൈ ചെയ്യുക, അതൊക്കെ ഒരു ഇഷ്ടമുള്ള വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്പോർട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുട്ബോളും അതിലുള്ള ഇതിഹാസങ്ങളായ ലൈക്ക് റൊണാൾഡോ, നെയ്മർ, മെസ്സിയൊക്കെയാണ്. പക്ഷേ അവരുടെ ഈ സ്പോർട്സിലല്ലാതെ അവർക്ക് ഇവിടെ ദുബായിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്കറിയോ? ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റൊണാൾഡോ എടുക്കുകയാണെങ്കിൽ റൊണാൾഡോ ഇവിടെ ഒരു ആഡംബര വില്ല വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു മാൻഷൻ്റെ സറൗണ്ടിങ്ങിൽ റൊണാൾഡോ വാങ്ങിച്ചതിൻ്റെ പേരിൽ അതെല്ലാം സോൾഡ് ഔട്ടായി. ഇപ്പോൾ മെസ്സി എടുക്കുകയാണെങ്കിൽ സെയിം ഇതുപോലൊരു വില്ലയാണ്, ഒരു ആഡംബര വില്ലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് അവിടെ വന്നതിൻ്റെ പേരിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെല്ലാം സോൾഡ് ആയിപ്പോയി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് പറയുകയാണെങ്കിൽ നെയ്മർ ഇപ്പം ദുബായിയുടെ ഹൃദയഭാഗമായിട്ടുള്ള ബിസിനസ് ബേയിൽ അതും ബുഗാട്ടിയുടെ റെസിഡൻസിൽ ഒരു ആഡംബര പെൻഡോസ് വാങ്ങിച്ചു. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മില്യൺ ദിറംസിൻ്റെ വർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പുള്ളി വാങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 500 കോടി രൂപയാണ് ഇവിടെ നെയ്മർ ഈ റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ അവരുടെ ഒരു ഇപ്പം നെയ്മർ എടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ അവിടെ ഇപ്പം നമുക്ക് നെയ്മർ റീസെൻ്റ്ലി എടുത്തുകൊണ്ട് തന്നെ കുറച്ച് അവൈലബിലിറ്റീസ് അതിലുണ്ട്. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ ചിലവാക്കണം എന്നുള്ളത്? നിങ്ങൾക്ക് ആ ഒരു ഗസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.